സങ്കീർത്തനങ്ങൾ അതിൻ്റെ 18-ാം അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങൾ വായിക്കുമ്പോൾ 28, 29 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആഴമായ തിരുവചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 30-ാം വാക്യം വരെ നമുക്ക് ശ്രദ്ധിക്കാം. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഇന്ന് കർത്താവ് ദീപത്തെ കത്തിക്കുന്ന ദിവസമാണ്. ഒരു ദീപം അകത്തുണ്ട്, പക്ഷെ എന്തോ പ്രശ്നത്താലാണ് മങ്ങിയിരിക്കുക. പക്ഷെ ഇന്നൊക്കെ കത്തിക്കും എന്ത് സംഭവിക്കുന്നറിയാമോ? ആകവും പുറവും ഒരുപോലെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുക, അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം. സ്വന്തം നിന്നിലുള്ള ദൈവത്തിന്റെ അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം. നിങ്ങൾ ഓരോരുത്തരുടെ അകത്ത് എന്തുണ്ട്? പറ, വിശ്വാസത്തോടെ പറ. കൃപാവരം ഉണ്ടല്ലേ? പക്ഷെ അത് അടങ്ങിയിരിക്കുക. സ്വന്തം കൃപാവരം ഇറങ്ങിപ്പോയിട്ടില്ല. കൃപാവരം നമ്മുടെ അകത്തുണ്ട്, പക്ഷെ നമ്മളാണ് ഇറങ്ങിപ്പോയത്. ഇന്ന് നമ്മൾ മടങ്ങി വരുമ്പോ കൃപാവരം ജ്വലിക്കും. എത്ര വിശ്വസിക്കുന്നുണ്ട്? കൃപാവരം നമ്മുടെ അകത്തുണ്ട്, പക്ഷെ നമ്മൾ എവിടെയൊക്കെ ഇറങ്ങിപ്പോയി ഇന്ന് മടങ്ങി വരുമ്പോൾ കൃപാവരം ജ്വലിക്കും. ദൈവത്തിന്റെ സ്തോത്രം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. വായിച്ചേ. ഓർമ്മപ്പെടുത്തുന്നു എന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. കണ്ടോ? അപ്പോസ്തലൻ പറയാണ്, നീ പേടിച്ചിരിക്കാൻ വീരത്വത്തിന്റെ ആത്മാവിനല്ല നിന്റെ മേൽ തന്നത്, ഒന്ന് ശക്തിന്റെയാണ്. എന്തിന്റെ ശക്തി? ഏത് ശക്തി തന്നെ? അപ്പോസ്തല പ്രവൃത്തി 10:38. ഏത് ശക്തിയാ എന്റെ മേലെ നിങ്ങളുടെ മേൽ തകർന്ന് തന്നത്? സാത്താന്റെ ശക്തിയല്ല, ലോകത്തിന്റെ ശക്തിയല്ല, ഈ ലോക മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ശക്തിയല്ല. പിന്നെ ഏത് ശക്തി? അപ്പോസ്തല പ്രവൃത്തി 10:38 വായിച്ചേ. നസ്രയനാകുന്ന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും എന്ത് ശക്തി? അതേ ശക്തിയാണ് ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും. ഏത് ശക്തി? യേശുവിന്റെ മേൽ ഉണ്ടായിരുന്ന അതേ ശക്തി. അവൻ അധികാരം കൊടുക്കാതെ ഒരിക്കലും പറ്റത്തില്ല. ഒരിക്കലും ഏലിയാവിന് എന്തിനെ ഒരു പിശാച് ഇളകി വന്നു. ഏത് പിശാച്? പറ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാ. ഏത് പിശാച്? ഇസബേൽ എന്ന പിശാച്. ഇസബേൽ എന്ന പിശാച് എന്ന് പറഞ്ഞെത്തുന്ന നിന്നെ അവന്മാരെ പോലെ കൊല്ലും. നീ ഒന്നില്ല, അതേപോലെ നിന്നെ കൊല്ലും. അതോടെ സ്വന്തം പ്രാർത്ഥിച്ച് തീ ഇറക്കിയവൻ ഇപ്പൊ എവിടെ ഇരിക്കുക? മരിച്ച മതി കർത്താവ്. ഇനി ഒരു അടി പോലും മുന്നോട്ട് വരാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. മരിച്ചാൽ മതി. ദൂതൻ വന്ന് അവനെ തട്ടി. അങ്ങനെ ദൂതൻ വന്ന് അവനെ തട്ടി. ദൂതൻ വന്ന് അവനെ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് 32-ാം അധ്യായത്തിനകത്ത് യാക്കോബിന്റെ തുടയുടെ തടം എന്റെ അപ്പൻ തൊട്ടു. ഇവിടെ ഇതാ സ്വന്തം ദൂതൻ വന്ന് അവനെ തൊട്ടെന്നല്ല, തട്ടി. മനസ്സിലായോ? അവിടെ കൈ കൊണ്ട് തൊട്ടു, ഇവിടെ ദൂതൻ തട്ടി. ഇന്ന് ചിലര് തട്ടേണ്ടതിന് തട്ടും, തൊടേണ്ടതിന് ദൂതൻ തട്ടേണ്ടതിന് ദൂതൻ തട്ടും, അപ്പൻ തൊടേണ്ടതിന് അപ്പൻ തൊടും. നിങ്ങൾക്ക് വെളിപ്പെട്ടത് എനിക്ക് അറിഞ്ഞൂടാ. ദൂതൻ തട്ടി പൊട്ടിക്കേണ്ടതിന് തട്ടി പൊട്ടിക്കും. പിന്നെ തൊട്ട് പിടിവിക്കേണ്ടതിന് തൊട്ട്. യാക്കോബ് അലറി വിളിച്ചൂലേ? കർത്താവേ സ്തോത്രം. യാക്കോബ് അലറി വിളിച്ചൂലേ? യാക്കോബിന്റെ പേടി എന്തായിരുന്നു? ആര് പറയും? യാക്കോബിന്റെ പേടി എന്താ? യാബോക്കിൽ വന്നപ്പോ യാക്കോബിന്റെ പേടി എന്താ? കറക്റ്റ് സിസ്റ്റർ പറഞ്ഞു. ഏശാവ് കൊല്ലുമെന്നുള്ള പേടിയാണ് യാക്കോബിനെ. അവിടെ ദൈവം ഇറങ്ങി. യാക്കോബിന്റെ തുടയുടെ തടം ദൈവം തൊട്ടപ്പോൾ എന്താ സംഭവിച്ചേ? അവന്റെ പേടി പോയി. ഇനി യാക്കോബിനെ ദൈവം തൊട്ടപ്പോ യേശുവിന് മാനസാന്തരം വന്നു. ആർക്കും പിടികിട്ടില്ലേ? തൊട്ടതാരെ? 30 തൊട്ടാരെ? യാക്കോബിനെ മാനസാന്തരം വന്നാരെ? കൊല്ലായിരുന്നവര് മാനസാന്തരം കൊല്ലായിരുന്നവരെ മാനസാന്തരം വന്ന ആക്ക് യാക്കോബിനാണോ യേശാവിനാണോ? യേശാവിനെ. കാരണം എന്താ? എന്റെ പിള്ളേ നീ കൊല്ലായിരിക്കില്ലല്ലേ എന്ന നിന്റെ മനസ്സിനെ ഞാൻ. യാക്കോബിനെ ദൈവം കൈകൊണ്ട് തീർന്നു തൊട്ടു. യാക്കോബ് കൃപ പ്രാപിച്ചു. എന്നെ അനുഗ്രഹിച്ചല്ലാതെ രാവിലെ ഇപ്പൊ ദൈവം കിടന്ന് പറയും. ദൈവം പറയുന്നു വിടറ. യാക്കോബ് പറഞ്ഞു വിടില്ല.
ദൈവം പറഞ്ഞു വിടണം വിടണം വിടണം. ഓക്കെ, ദൈവമാണ് പറയുന്നത് വിടാൻ. യാക്കോബല്ല പറഞ്ഞത് കർത്താവേ എന്നെ വിടുന്നത് യാക്കോബല്ല പറഞ്ഞത്. ഇവിടെ ഒരു എന്നെയും നിങ്ങളെ പോലെ ഒരു സാധാരണക്കാരൻ ആരെ പിടിച്ചു വെച്ചിരിക്കുന്നു? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ പിടിച്ചിട്ട് പറയുന്നു സ്വത്രം, എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ വിടുകയില്ല. പിടി എത്ര മാത്രം ഉള്ളത് നോക്കിയേ. സ്വത്രം. ദൈവത്തിന് അവന്റെ ആഗ്രഹം, അവന്റെ ആഗ്രഹം അറിയാം, മനുഷ്യന് പുറമെ അറിയത്തുള്ളൂ. പക്ഷെ ദൈവം പറയുന്നത് എടാ എന്നെ വിട്. കണ്ടോ, നിങ്ങൾ ചിന്തിച്ചു ഒരു തട്ടിലുണ്ടോ യാക്കോബ്? ദൈവം പറയുന്നത് എടാ എന്നെ വിട്, ഞാൻ പോട്ടെ, പ്രഭാതമായി, ഞാൻ പോട്ടെ. യാക്കോബ് പറഞ്ഞു പ്രഭാതമല്ല, ഇരുട്ടല്ല, നട്ടുച്ചയല്ല, ഇനി എന്തൊക്കെ പറഞ്ഞാൽ ആളുകൾ വന്ന് ഒരുമിച്ച് കൂടിയാൽ നിന്നെ വിടുന്ന പരിപാടി ഇല്ല. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എന്നെ ചതിയനായ എന്നെ, എന്റെ സ്വഭാവത്തെ നീ മാറ്റി എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. അവിടെ ദൈവം യാക്കോബിന്റെ തുടയെ തൊട്ടു. പക്ഷേ ശമൂവേലിന്റെ പുസ്തകം, ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് എന്താ, രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് എന്താ സംഭവിച്ചത്? 1 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് എന്താ സംഭവിച്ചത്? ദൂതൻ ഇറങ്ങി ആരെ തൊട്ടു, ആരെ തട്ടി? ഏലിയാവിനെ തട്ടി, അല്ലേ? ഏലിയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മതി. എന്ത് കണ്ടുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇസബേല് ഒരു വാക്കിട്ട് കൊടുത്തു, നിന്നെ കൊല്ലും. കൊല്ലുന്ന വാക്കിടുന്നത് ആളല്ല, അവരുടെ അകത്തിരിക്കുന്ന ഇസബേൽ എന്ന ദുർഭൂതമാണ്. നമുക്ക് പോരാട്ടം അവനോടാണ്. കൊന്നു കളയുന്ന വാദിക്കുന്ന മണ്ഡലമല്ലേ, അവനോടാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ആ വ്യക്തിയോടല്ല, വ്യക്തിയുടെ അകത്തിരിക്കുന്ന പിശാചിന്റെ ശക്തിയോടാണ്. ഏലിയാവ് മരിച്ചവരെ കൊണ്ട് കാത്തിരിക്കുകയാണ്. ദൂതൻ വന്ന് തട്ടി അപ്പം കൊണ്ട് വെച്ച് കൊടുത്തു, കഴിക്കാൻ പറഞ്ഞു. കഴിച്ചിട്ട് ആ ബലം കൊണ്ട് എത്ര ദിവസം നടന്നു? 40 രാവും പകലും ഇതേ ബലം കൊണ്ട് എവിടം വരെ നടന്നു? ഹോരേബ് വരെ നടന്നു. ഹോരേബ് ചെന്നെത്തി. ആരെത്തി? ഏലിയാവെത്തി. എന്നിട്ട് ഹോരേബിൽ ചെന്ന് നേരെ ഗോയ്ക്കകത്ത് നിന്നിച്ച് തലയിൽ കൂടെ തുണിയിട്ട് ആയിരിക്കുക. നീ ഒളിച്ചിരിക്കാനല്ല വിളിച്ച, പുറത്തു വരാൻ. ഏലിയ ഒളിച്ചിരിക്കുക. ഒറ്റ വൃത്തിയുടെ വാക്കാ. ആട്ടെ, ദൈവം ഊതി അവളെ ഇല്ല. ഒറ്റ വാക്ക് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം. ആമേൻ. അപ്പോ ഇവളുടെ വാക്ക് കേട്ടാണ് ഇത്രയും കൃപയുള്ളവൻ, ഇത്രയും അഭിഷേകമുള്ളവൻ നമ്മുടെ അകത്തിരിക്കുന്ന ദൈവം ആരാ? നിങ്ങളുടെ എൻ്റെ ഇവൻ പകർന്നിരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താ? നമ്മെ പൂട്ടുന്ന ചിലതിനെ ഊരി എടുത്ത് തോളിൽ വെച്ച് കൊണ്ടുപോകുന്ന ശക്തി എൻ്റെ നിങ്ങളുടെ അകത്ത് ദൈവം തന്നിരിക്കുമ്പോൾ ദൈവത്തിന് സ്വതന്ത്രം. ആരെ പേടിക്കുന്ന, ആനപ്പുറത്തിരിക്കുന്ന ആളെ കീഴെ കിടന്ന് കുറയ്ക്കുന്ന പട്ടിയെ കണ്ട് നമ്മളെവിടെ ഇരിക്കുന്നത്? കീഴെ കിടന്ന് കുറയ്ക്കുന്ന ആരാ? മല്ലനായ ഗോലിയത്തിനെ പോലത്തെ പട്ടികള് ഇല്ലേ? ഗോലിയത്തിനകത്ത് കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ പറഞ്ഞ, ഗോലിയത്തിനകത്ത് ഒരു ശക്തി ഉണ്ടായിരുന്നു. എന്തെന്നാ? നായുടെ. അതല്ലേ കല്ലെടുത്തത്? അതല്ലേ ദാവീദ് ആത്മാവിൽ വിവേചിച്ചു യവന്റെ അകത്തിരിക്കുന്ന നായുടെ ഒറ്റ ഇറക്കിയ യവ ഉള്ളൂ. ഇത്രയും വലുത് ആരാവാരൊന്നും കുറയ്ക്കുന്ന പട്ടിയൊന്നും രാവിലെ വൈകുന്നേരം വന്നിന്ന് കുറച്ചോണ്ടിരിക്കുക. അവന്റെ ദേവന്റെ നാമം ചൊല്ലി കുറയ്ക്കുന്ന പട്ടി കടിക്കയില്ലെന്ന് ദാവീദിന് അറിയാൻ. ബാക്കിയെല്ലാവരും ഓടിച്ചോടി ആയുധമുള്ളവൻ, പ്രാർത്ഥനയുള്ളവൻ, കൃപയുള്ളവൻ, അധികാരമുള്ളവൻ കല്ലെടുത്തു. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന്റെ സ്വതന്ത്രം, ദൈവത്തിന്റെ സ്വതന്ത്രം. എന്നാൽ ഇവിടെ ഇതാ പേടിച്ച് ഒളിച്ച് മരിച്ചാ മതി, മരിച്ചാ മതി, മരിച്ചാ മതി എന്ന്. ഇവന്റെ ശക്തി ഇത്രയേ ഉള്ളൂ. ആനപ്പുറത്തിരിക്കുന്ന പട്ടിയെ കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നും. അവന്റെ കൊരയൊക്കെ തീരാൻ സമയമായി. അവന്റെ കൊര തീരാൻ ദൈവമക്കൾ എന്ത് ചെയ്യും? കൊരക്കുന്നവരെതിരെ പോകണ്ട, മുട്ടുമടക്കി മാത്രം മുട്ടുമടക്കണം. മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്നതാണ് വിഷയം. ഈ വിഷയത്തെ എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇത് അങ്ങയുടെ മക്കൾ അല്ല. മരിച്ചാൽ മതി എന്നല്ല പറയണ്ട, പിന്നെ ഒളിച്ചിരിക്കുന്നല്ല പറയണ്ട. പിന്നെ ഏലിയ ഒളിച്ച് ഒതുങ്ങി തലയിൽ മുടി തുണിയൊക്കെ ഇട്ട് മൂടി ഒളിച്ചു. ദൈവം പർവ്വതത്തിന്റെ പുറത്ത് വന്നു, ഏലിയാവേ നീ എവിടെ? പുറത്തു പോകാൻ. പുറത്തു വരിക. എന്തെല്ലാം ചെയ്തപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് എടുക്കുന്നില്ല ആ ഭാഗം. എന്തെല്ലാം ചെയ്തപ്പോഴേ ഇവനെ പുറത്തു വന്നപ്പോൾ നേരെ നിന്നു ഇല്ല. കാരണം ആ ഭയത്തെ ദൈവം അവിടെ പൊട്ടിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ 3 പേര് അഭിഷേകം ചെയ്യണം. ഒളിച്ചിരുന്നവനെ കൊണ്ട് എന്ത് ചെയ്തു? മറ്റുള്ളവരെ അഭിഷേകം ചെയ്യാൻ. ഇന്ന് ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന പൈതൽ നിനക്കൊരു ദൂരയാത്ര ഉണ്ടെന്ന് ഒതുങ്ങി തീർന്നു നശിച്ചു എന്ന് പറയുന്ന പൈതലെ, നിന്റെ മേൽ ഒരു അഭിഷേകം ദൈവം ഇട്ടിട്ടുണ്ട്. അത് അണഞ്ഞിരിക്കുകയാണ്. അതൊന്ന് കത്തണം, അതൊന്ന് കത്തണം, അതൊന്ന്
യുദ്ധത്തിന്റെ ആത്മാവിനല്ല, പിന്നെ എന്താ സ്വന്തം സുബോധത്തിന്റെയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മാവല്ല. ഒന്ന് ശക്തിയുള്ളതാണ്. ആ ഏത് ശക്തി? അപ്പോസ്തലപ്രവൃത്തി 10:38 ശക്തി ഏത്? യേശുവിന്റെ മേൽ പകർന്ന അതേ ശക്തി. പിന്നെ സുബോധം. ഞാൻ ആരാണ്? ഞാൻ എവിടെ ഇരിക്കുന്നു? ഞാനിപ്പോ സ്വർഗസ്ഥലങ്ങളിലാണ്. സ്വർഗസ്ഥലത്തിരിക്കുന്ന ഒരു പൈതലിന് ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യന് വാളോ വടിയോ കൊണ്ട് തകർക്കാൻ പറ്റുമോ? എവിടെ കിടക്കുന്ന സ്വർഗത്തിലിരിക്കുന്നു എന്ന് എഫേസ്യർ ലേഖനത്തിലുണ്ടല്ലേ, എടുത്ത് വായിച്ച്. 2 അധ്യായമാണെന്നാണ് എൻ്റെ ഓർമ്മ. എഫേസ്യർ എഴുതുന്ന ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് നിങ്ങളെയും അവനോട് കൂടെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഈ വായിച്ചേ. കണ്ടവരൊന്ന് വായിച്ചേ, ആ വാക്യം എടുത്ത് വരെ. കാണിക്കേണ്ടതിന് രണ്ടിന്റെ 7 കണ്ടോ? എഫേസ്യർ 2:7 എന്നിട്ട് വായിച്ചേ. നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ ക്രിസ്തു യേശുവിൽ ആരെയും കൂടെ ഉയർപ്പിച്ചു? എന്നെ നിങ്ങളെയും കൂടെ വരികണ്ടോ? ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിൽ ഇരിക്കുന്ന എന്നെ തകർക്കാൻ ഈ ലോകത്തിലുള്ള എന്തിനെങ്കിലും പറ്റും? നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ അവന് പേര് പലരും വിചാരിക്കുന്നത് അതോ ആ ശാലിന്യം അതിനെ ഇപ്പം ഒറ്റ ഊതൽ തള്ളിയിടാൻ പറ്റത്തില്ലേ? സ്വർഗസ്ഥലത്തിരിക്കുന്ന പൈതന്നെ ആർക്ക് തകർക്കാൻ പറ്റും? തൊക്കാൻ പറ്റില്ല. പക്ഷെ ഏലിയാവ് പറയുന്നു തീർത്തുകളെ. ഇസ്രായേൽ പറയുന്നു കൊല്ലും. ഏലിയ പറയുന്നു മരണം മതി. ദൈവം പറയുന്നു എടാ. ഏലിയാവിന്റെ മരണം എങ്ങനെയായിരുന്നു? ആര് പറയും ഏലിയാവിന്റെ മരണം എങ്ങനെയായിരുന്നു? ഏലിയാവിനെ കൊല്ലു എന്ന് പറഞ്ഞ് ഇസ്രായേൽ വാദിച്ചു, വെല്ലുവിളിച്ചു. നിന്നെ വെച്ചേക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചു. പക്ഷെ വെല്ലുവിളി കേട്ട ഇവൻ മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇവന്റെ ജീവിതം എന്താ സംഭവിച്ചത്? അവൻ മരണം കാണാതെ എടുക്കാൻ പറ്റും. ഈ ഭൂമിയിൽ എല്ലാരും മരിച്ചു അല്ലേ? പക്ഷെ ഏലിയാവ് മരണം ഇല്ലാതെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിൽ വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇവന്റെ വാക്കവിടെ. എത്ര മന്ത്രവാദികളും എത്ര കഴിവുള്ളവരും എത്ര മിടുക്കന്മാരും പ്രഗത്ഭന്മാരും ഇവനെ തകർക്കാൻ നോക്കി. ഇവൻ രക്ഷപ്പെട്ടു ഒരു ചുക്കോന്. എങ്ങനെ ചെന്ന് ഏലിയാവും എലീശയും കൂടെ പോയില്ലേ? എലീശയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഏലിയാവ് ചുഴലിക്കാറ്റ് കറങ്ങി എവിടെ പോയി? കർത്താവിന്റെ അടുക്കലേക്ക്. മരിക്കും കൊല്ലു എന്ന് പറഞ്ഞാൽ നല്ല നടന്നോ? ഇല്ല. ഇതേ ഉള്ളു മനുഷ്യന്റെ വാക്ക്. നമ്മൾ ഒരു ചുക്കും ചെയ്യാൻ ആർക്ക് സംഭവിക്കത്തില്ല, പറ്റത്തില്ല. പിശാചുകളില്ല. കാരണം നമ്മൾ ആരാണ്? കർത്താവിന്റെ മക്കളാണ്. രാജ്യവും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ക്രിസ്തുയേശുവിനോടുകൂടെ എന്നെ നിങ്ങളെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. പിന്നെ സ്വത്രം നമ്മൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതൊക്കെ ചിന്തിച്ചാൽ മതി. ഞാൻ ഇവിടുത്തെ ആളല്ല, ഞാൻ ഉയരത്തിലുള്ള ആളാണ്. എന്റെ പൗരത്വ സ്വർഗത്തിലാണ്. എന്റെ മേൽ അധികാരമുണ്ട്, എന്റെ മേൽ അഭിഷേകമുണ്ട്, എന്റെ മേൽ ശക്തിയുണ്ട്. ഞാനിനി പേടിക്കേണ്ട ഒരു കാര്യമില്ല. എന്നെ തകർക്കാൻ ഒരു ശക്തിക്കും ഒരു ഇരുട്ടിനും കഴിയത്തില്ല. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം അതിന്റെ 18-ാം അധ്യായത്തിൽ പറയുന്നു, നീ എന്റെ ദീപത്തെ കത്തിക്കും. വായിച്ചേ. നീ എന്റെ ദീപത്തെ കത്തിക്കും. നീ എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ, എന്റെ ദൈവമായിരുന്ന യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എന്റെ അന്ധകാരത്തെ ചെയ്യും. ഇന്ന് ദീപത്തെ കത്തിച്ചിട്ട് അന്ധകാരത്തെ പ്രകാശമാക്കാൻ ആര് വന്നിട്ടുണ്ട്? എന്റെ അപ്പച്ചൻ. ആ കത്തിരിക്കുന്ന അഭിഷേകത്തെ ജ്വലിപ്പിക്കുവാൻ സ്തോത്രം ജ്വലിപ്പിക്കാൻ കർത്താവ് എന്നോട് പറയുകയാണ്, നിങ്ങളോട് പറയുകയാണ്. അപ്പോസ്തലനോട് പറഞ്ഞു നിന്നെന്ന് പറഞ്ഞാൽ എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ നീ തളർന്നിരിക്കുകയാണ്. നിന്റെ അകത്ത് എന്തുകൊണ്ട് വരമുണ്ട്. നീ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ആരെ ജ്വലിപ്പിക്കേണ്ട കടമക? ജ്വലിപ്പിക്കേണ്ടത് നമുക്ക്. വരം ആര് വെച്ച് തന്നിട്ടുണ്ട്? ദൈവം. സ്വത്രം. 14:2 വായിച്ചു. പൊറുക്കടിയാകണം 14:2 വായിക്കുമ്പോൾ സ്വത്രം വിശേഷം പ്രവചനവരം വാഞ്ചിക്കേണ്ട ആരുടെ കടമ? 14:2 വായിച്ചേ. അപ്പൊ വാഞ്ചിക്കേണ്ട ആരുടെ കടമ? വാഞ്ച വരേണ്ടതാക്ക് എനിക്ക്. ഇനി ഇവിടെ പറയുന്നു ജ്വലിപ്പിക്കണം. ജ്വലിപ്പിക്കേണ്ടത് ആരുടെ കടമ? നമ്മുടെ കടമ. അതിനെന്ത് ചെയ്യണം? കർത്താവിനടുത്തിരിക്കണം, വിശ്വസിക്കണം, വചനത്തിന്റെ മുന്നിൽ വീഴണം. അപ്പോഴകത്ത് നമ്മുടെ മേൽ പകർന്ന വരം ജ്വലിച്ച് വെളിവരും. ഹല്ലേലൂയ. പ്രാർത്ഥന കുറഞ്ഞ ആള് ഡിമ്മാവും. പ്രാർത്ഥനയിൽ ശക്തിയോടെ മുന്നോട്ട് പോകുമ്പോൾ
ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിന്റെ രഹസ്യ പദ്ധതികൾ കൊണ്ടും വലിയ ദൈവപ്രവൃത്തികൾ കാണും. പ്രാർത്ഥിക്കുന്ന വിഷയത്തിലെല്ലാം വരുന്ന നാളുകൾ വലിയ ദൈവത്തിന്റെ മഹത്വവും ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്കെല്ലാം അത്ഭുതം സംഭവിക്കും. അതിൽ പറയുന്നു, ദൈവത്തെ കത്തിക്കുന്ന ഒരു കർത്താവ് ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്നാൽ എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ ഒന്നുകൂടെ വായിച്ചു അവരിക്കാം. നീ എന്റെ ദീപത്തെ കത്തിക്കും. നീ എന്റെ ദൈവത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ ദൈവമാകുന്ന യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അടുത്ത വരി. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. 2 ശമൂവേലിന്റെ പുസ്തകം 22-30 വാക്യം വായിക്കുമ്പോൾ ഇതേ വാക്യം വായിച്ചേ. 2 ശമൂവേലിന്റെ പുസ്തകം 22-30 വാക്യം. ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. മതി. ഇനി സങ്കീർത്തനത്തിൽ വന്നേ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ. കേട്ടോ? അപ്പോ ഇത് ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. അടുത്ത്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ. ഞാൻ എന്ത് ചെയ്യും? ഈ പ്രശ്നം വന്ന ഒരു മതിൽ വച്ചിരിക്കുകയാണ്. ഇതിന് ഞാൻ എന്ത് ചെയ്യും? ചാടിക്കടക്കും. നിർത്തലാക്കരുത്, ചാടിക്കടക്കാൻ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഞാൻ മതിൽ ചാടിക്കടക്കും. 2 കൊരിന്ത്യർക്ക് ലേഖനം, അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 ലേഖനം സ്തോത്രം 12-9-10 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. സ്തോത്രം 2 ലേഖനം കൊരിന്ത്യർക്ക് ലേഖനം 2 ലേഖനം 12-9-10 വാക്യം വായിച്ചേ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ, എന്റെ കൃപ, എന്റെ കൃപ. ആരുടെ കൃപ? എന്റെ അപ്പന്റെ കൃപ. ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? എന്റെ യേശുവിന്റെ കൃപ. പ്രാർത്ഥനക്കാരൻ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആർക്കെങ്കിലും തൊടാൻ പറ്റുമോ? തകർക്കാൻ പറ്റുമോ? ഉടയ്ക്കാൻ പറ്റുമോ? 3 സ്വർഗത്തോളം പ്രാർത്ഥനക്കാരനെ ദൈവം എടുത്തോണ്ട് പോയി. 3 സ്വർഗത്തോളം എടുത്തോണ്ട് പോയി. ശരീരത്തോടെയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോസ്തലൻ പറയാണ്, അവൻ എന്നോട്, ആരെന്നോട്? യേശു എന്നോട്, എന്റെ കൃപ, എന്റെ കൃപ, എന്റെ കൃപ, യേശുവിന്റെ കൃപ നിനക്ക് മതി. അടുത്ത വരി. എന്റെ ശക്തി, എന്റെ ശക്തി നിന്റെ ബലഹീനതകളിൽ, നമ്മുടെ ബലഹീനതകളിൽ തികയുന്ന ഒരു കൃപ ആര് തരികയാണ്? ദൈവം തരികയാണ്. ബലഹീനതയോടെയാണ് വന്നിരിക്കുന്നത്. പേടിക്കല്ലേ, പേടിക്കല്ലേ. നമ്മളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. നമ്മളെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലത്തിൽ ആരുടെ അടുത്ത് ഇരുത്തിയിരിക്കുന്നു? യേശുവിൻ്റെ അടുത്ത് നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ ഭൂമിയിലല്ല, നമ്മുടെ ഉയരത്തിലാണെന്നുള്ള വിശ്വാസം വേണം. ആ ക്രിസ്തുവിലാണ് ജീവിക്കേണ്ടത്, ക്രിസ്തുവിലാണ് വസിക്കേണ്ടത്, ക്രിസ്തുവിലാണ് സംസാരിക്കേണ്ടത്, ക്രിസ്തുവിലാണ് നടക്കേണ്ടത്. നീ ഇത് സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ട വഴി, ഞാൻ ഈ ഭൂമിയിലുള്ള ഇന്ന ശാന്തി അല്ല, പിന്നെയോ ശാന്തിക്കകത്തിരിക്കുന്ന യേശുവാണ്. ഇത് പറയുമ്പോൾ എന്തെങ്കിലും അത്ഭുതം നടക്കും. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എന്ത് സംഭവിക്കും? അത്ഭുതം. പിശാചിന്റെ റിപ്പോർട്ട് നമുക്കെതിരെയുള്ള കെട്ടുകൾ പൊട്ടും. ഞാനല്ലടാ നിന്നോട് സംസാരിക്കുന്നത്, എന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന നസ്രയനാകുന്ന യേശു ക്രിസ്തുവാണ്. ദൈവം പറഞ്ഞു, മോനെ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി. ബലഹീനതയിൽ നമ്മുടെ ബലഹീനത എന്ത് ചെയ്യും? തികഞ്ഞു വരും. ഇതിനെല്ലാം ചാടിക്കടക്കാനുള്ള ശക്തി ആര് തരും? ദൈവം തരും. ഈ പ്രതിസന്ധിയെ ചാടിക്കടക്കാൻ, ഈ പ്രതികൂലത്തെ ചാടിക്കടക്കാൻ അടുത്ത് വരും. ശക്തി താമസിക്കരുത്. ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ, അപ്പോസ്തലൻ പറയുന്നു, ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കാൻ കാരണം ആ സമയം, ഈ ബലഹീന വരുന്ന സമയമെല്ലാം ആരുടെ ശക്തി എന്റെ മേലെ ആവസിക്കുന്നു? നമ്മളാണെങ്കിൽ പറയും, എന്നും ഇതെന്തോന്നു ചോദിക്കും. അപ്പോസ്തലൻ പറയുന്നു, ഞാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം ഈ സമയത്തെല്ലാം എൻ്റെ മേൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ കൃപ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ. ആ കൃപ ഓരോ സമയം നമ്മളെ എന്ത് ചെയ്യും? വഴി നടത്തും. ഹല്ലേലൂയ. ബലഹീന നേരങ്ങളിലും കണ്ണീരിന്റെ നേരങ്ങളിലെല്ലാം ഈ കൃപ ഇറങ്ങി വന്ന് നമ്മളെ പൊക്കിയെടുത്ത് സ്തോത്രം. കൃപയാലാണ് എല്ലാം, എല്ലാം കൃപയാലാണ് കേട്ടോ, ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലൻ പറയുന്നത് വായിച്ചേ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. ഇതൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴും എന്റെ ശക്തിയെ തകർക്കാൻ. കാരണം എന്താ? ഇയാളുടെ ദൈവം കത്തിയിരിക്കുക. എന്തുകൊണ്ട് ഇത് പറയാൻ കാരണം? ഇയാളുടെ ദൈവം അണഞ്ഞിരിക്കുകയല്ല, അവനെ കത്തി ചുടിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് ഈ പ്രശ്നം വന്നിട്ടും
കൃപയിൽ നിറഞ്ഞ നിൽക്കുക, വീണില്ല. കാരണം എന്താ? ദീപം കത്തിയിരിക്കുക. ഇനി അപ്പോസ്തലന്റെ അകത്തുള്ള വരം ജ്വലിച്ചോണ്ടിരിക്കുക. നമ്മളെ വരം അണഞ്ഞിരിക്കുന്നവരുടെ പ്രശ്നം വരുമ്പോൾ നമ്മൾ അയ്യോ. കാരണം എന്താ? സംഭവം അണഞ്ഞു. പൗലോസിന്റെ മേൽ ജ്വലിച്ചിരിക്കുന്നു, കത്തി ജ്വലിച്ച് ആളി കത്തുന്നുണ്ട്. അപ്പോസ്തലൻ പറയുന്നു, എനിക്കിതൊക്കെ വരുന്നതാണ് നല്ലത്. ആ സമയം എനിക്ക് ഈ ലോകം തരാത്തൊരു കൃപ ദൈവം തരുന്നത് ഞാൻ അനുഭവിച്ചറിയുന്നു. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുര്യവാൻ. നീ എന്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവ്വവും, എല്ലാത്തിലും ജീവനൻ വെൽക്കാൻ തന്നതിനാ. നീ എന്റെ സർവ്വവും, എല്ലാത്തിലും തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശുക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുരമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശുക്രിസ്തു മാധുരമാ. ഹല്ലേലൂയ. അപ്പോസ്തലന് പ്രശ്നം വരുമ്പോഴാണ് രുചിച്ചറിയുന്നത് കൂടുതൽ. ഇതാ എൻ്റെ കർത്താവിൻ്റെ കൃപ എൻ്റെ മേൽ നിറഞ്ഞിരുന്നു, ഇതാ ഒഴുകുന്നു. കാരണം അവിടെ പിടിച്ചു നിൽക്കുന്നു. കണ്ടോ എങ്ങനെയാണ് ആ കൃപ ഉണ്ടെന്ന് മനസ്സിലാകുന്നത്? അപ്പോസ്തലൻ 1 താഴ്ന്നു കിടക്കുന്നു. താഴ്മയുള്ളവർക്കോ അവർ കൃപ നൽകുന്നു. അപ്പോ 1 അപ്പോസ്തലന് കൃപ അനുഭവിക്കാൻ പറ്റുന്നത് ആ മനുഷ്യൻ എവിടെ താണു കിടക്കുകയാണ്? ദൈവത്തിൽ, ക്രിസ്തുവിന്റെ പാദത്തിൽ താണു കിടക്കുകയാണ്. അതുകൊണ്ട് ആ കൃപ ആ മനുഷ്യനെ അനുഭവിക്കാൻ പറ്റുന്നു. ഇനി കൃപ വരുമ്പോൾ അയാൾക്ക് എങ്ങനെ അറിയാം? കഷ്ടവും ബുദ്ധിമുട്ടും ഒറ്റപ്പെടലും ഞെരുക്കവും വരുമ്പോഴൊന്നും പ്രാർത്ഥന കുറയോ, വിശ്വാസം കുറയുകയോ, ആരാധന കുറയുകയോ, പേടിയോ ഭയമോ ഉൾഭയങ്ങളോ ഒന്നും വരുന്നില്ല. അതിൽ വെച്ച് ആ മനുഷ്യന് മനസ്സിലായി, എൻ്റെ മേലിരിക്കുന്ന വരം ജ്വലിച്ചൊഴുകുകയാണ്, അത് എൻ്റെ കഴിവല്ല, അപ്പൻ കൃപ തന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അണഞ്ഞിരിക്കുമ്പോഴും അകത്ത് എന്ത് പകർന്നിരിക്കുകയാണ്? വരം. പക്ഷെ ഇതെന്ത് ചെയ്യണം? ദീപം എന്ത് ചെയ്യണം? കത്താം. ദീപം കത്തുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ഒതുക്കി വെച്ചിരിക്കുന്ന എല്ലാ ഇരുട്ടും പൊട്ടി ചാരം ആറും. നമ്മളെ ഒതുക്കി വെച്ചിരിക്കുന്ന സകല കെട്ടുകൾ, ചങ്ങലകൾ ചണനൂല് പോലെ കത്തി എരിഞ്ഞ് ഏതുമില്ലാതാകും. എങ്ങനെ? ചണനൂല് പോലെ കത്തി എരിഞ്ഞ് ഏതുമില്ലാതാകണമെങ്കിൽ വരം അങ്ങനെ ഇരുന്നാ പോരാ. വരം കൊണ്ടുവന്ന് പാത്രമോട്ട് മൂടി വെച്ചാ പോരാ. വരം എന്ത് ചെയ്യണം? കത്തണം, ജ്വലിക്കണം, അത് വെളിയാകണം. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് എപ്പോഴും ആഴമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട മെയിൻ വെളിപ്പാട്, ഞാൻ യേശുവിനോട് കൂടെ മരിച്ചു, എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഞാൻ യേശുവിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഞാൻ ഇവിടെ അല്ല, ഞാൻ ഇവിടുത്തെ കാര്യമല്ല, ഞാൻ അവിടെ മറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടെ ഇരുന്നും കൊണ്ടാണ് ഞാൻ ആത്മാവിൽ എവിടെ ഇരിക്കുകയാണ്. തന്നെ എന്നെ തൊടാൻ പറ്റുള്ളൂ. ദൈവം അനുവദിച്ചാലേ, ദൈവം അനുവദിക്കണമെങ്കിൽ അതിനുള്ള ശക്തിയും. ഞാൻ ചോദിക്കട്ടെ, 2 ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൈവം വിട്ടുകൊടുക്കില്ലേ? ഈയോബിനെ ദൈവം വിട്ടുവദിച്ചു. ഈയോബിന്റെ അടുക്കൽ വിശാഖ് ചോദിച്ചു, സ്തോത്രം ദൈവമേ ചുമ്മായാണോ ദൈവം നിന്നെ തള്ളിപ്പറയാതെ, സ്തോത്രം നിഷ്കളങ്കന് നേരുള്ളവന് ദോഷം വിട്ടാകുന്നവന് ദൈവഭക്തനുമായി ജീവിക്കുന്നത് ചുമ്മായാണോ? ഒന്ന് തൊട്ടു നോക്കപ്പ അറിയാം സംഭവം. എന്നാരും പറഞ്ഞു, പിശാച് ആരോട് പറഞ്ഞു? ദൈവത്തോട് നേരിട്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞ തൊട്ടോടെ. പക്ഷെ അവന്റെ പ്രാണന മാത്രം തൊടാൻ തുടങ്ങി. അവൻ അങ്ങോട്ട് തൊടാൻ തുടങ്ങി. തൊടേണ്ട രീതിയിൽ അങ്ങ് വിട്ടു. എന്നിട്ട് ഈ എന്ത് ചെയ്തില്ല? തള്ളി പറഞ്ഞില്ല.
എന്തുകൊണ്ടാണ് ഇയ്യോബിനെ ദൈവം വിട്ടുകൊടുക്കാൻ കാരണം? എല്ലാം തകർന്നിട്ടും തള്ളി പറഞ്ഞില്ല. ഇയ്യോബിന്റെ ഹൃദയം ദൈവത്തിന് അറിയാം. ഇവൻ എന്ത് വന്നാലും ഇവൻ എന്ത് ചെയ്തില്ലെന്ന് തള്ളിക്കളയത്തില്ല, ദൈവത്തെ തള്ളി പറയില്ലെന്ന്. ഇനി ഇവിടെ തള്ളി പറയില്ല. പത്രോസിനെ പരീക്ഷിക്കാൻ ശിഷ്യന്മാരെന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞയച്ചു. ഇവര് എല്ലാരും പോയിട്ട് കർത്താവേ എന്ന് പറഞ്ഞു, നീ ഞങ്ങളെ പറഞ്ഞയച്ചു. അവിടെ എല്ലാം ഭൂതങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? ഭയങ്കര അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ പറഞ്ഞ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. നിങ്ങളുടെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? നിങ്ങളെ ഈ പിശാചുക്കളെ പൊട്ടി വീണ പിശാചുക്കളൊക്കെ വന്ന് നിങ്ങളെ തൊട്ടാൽ നിങ്ങളെ വിശ്വാസം പോകുന്ന ആർക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ അമ്മാരൊക്കെ എല്ലാത്തിനെയും പരീക്ഷിക്കുന്നതൊക്കെ ശരി തന്നെ, വിശ്വാസം പയ്യ പിന്നെ പിടിച്ചാൽ കിട്ടൂല, അവിടെ വിശ്വാസം പോകാതെ കേട്ടോ. മറ്റതങ്ങനെ പറഞ്ഞോ? ഇല്ല, അവൻ തള്ളി പറയുന്നത് ആർക്കറിയാം. പക്ഷെ ഇവിടെ ശിഷ്യന്മാർ തള്ളി പറഞ്ഞ് പിന്മാറുന്ന ആർക്കറിയാം. അതുകൊണ്ട് യേശുപ്പൻ എന്ത് ചെയ്തു? ഓ, നിങ്ങൾക്ക് മനസ്സിലായോ? തള്ളി പറയുന്നു. ആര് തള്ളി പറയുന്നു, ആര് തള്ളി പറയുന്നു ആർക്കറിയാം. പൗലോസ് തള്ളി പറഞ്ഞു ഇല്ല. പൗലോസ് പറയുന്നു, എന്റെ ബലഹീനതയ്ക്കകത്ത് ഒരു കൃപ എൻ്റെ അകത്താണ്. ഈ കൃപ പ്രാപിച്ച് ആ സന്തോഷം നടക്കാൻ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ അവിടെ ഒന്നും ചിന്തിക്കാറില്ല. കാരണം അപ്പോഴാണ് ആരുടെ കൃപ അനുഭവിക്കുന്നത്. അതെങ്ങനെ കൃപ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? പ്രതികരിക്കില്ല. അവരോടൊന്നും പ്രതികരിക്കാൻ നമുക്ക് ഇല്ല. അവിടെ ഒരു ദുഃഖവും അവിടെ നമ്മൾ തകർന്നു പോകുന്നില്ല. കാരണം നമ്മുടെ അകത്തിരിക്കുന്ന മകൻ ചൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അണഞ്ഞാലോ നമ്മൾ തളരും. ഏരിയയുടെ ദീപം അണഞ്ഞപ്പോ ഏരിയ ഒളിച്ചു. ഒന്ന് തട്ടി കത്തിക്കാൻ ആര് പോയി? ജ്വലിപ്പിക്കാൻ ആര് പോയി? എന്റെ അപ്പുറം ഒന്ന് തട്ടി കത്തിക്കാൻ അവിടെ പോയിട്ട് ഗുഹയ്ക്കകത്ത് വെളി കൊണ്ടുവന്ന് അധികാരത്തെ അയച്ചു പറഞ്ഞയച്ചൂല്ലേ? ഒളിപ്പിച്ചിരുത്തി ഏരിയാവിനെ. ഒളിപ്പിച്ചിരുത്തിയില്ലേ? ഏലിയാവിനെ ഒളിപ്പിച്ചിരുത്തി. ഏലിയാവിനെ ആഹാബ് രാജാവ് ഒരു കൂട്ടം ആൾക്കാരെ പറഞ്ഞയച്ചു. തപ്പി നടന്ന് എല്ലാവരും മഷിയിട്ട് അടിച്ചു നോക്കി, കാണാനില്ല. തൊട്ടടുത്ത ആളുണ്ട്, ഇവരാരും പോയാൽ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഏലിയാവിടെ ഉണ്ട്. പക്ഷെ ഈ ആര് പോയാൽ അവരെ കണ്ണിന് ഏലിയാവിനെ കാണാൻ പറ്റില്ല. ദൈവം എത്ര വിശ്വസ്തത നോക്കി. ഏലിയാവിന്റെ അടുത്തെത്തുമ്പോ കണ്ണ് വന്നു. ഏലിയാവിനെ അവിടെ വെള്ളം പോയിക്കൊണ്ടിരുന്നില്ലേ? പുസ്തകത്തിൽ നമ്മൾ പഴയ വായിക്കും വെള്ളം പോയിക്കൊണ്ടിരുന്നു. ജനം വന്ന് നോക്കിയപ്പോ, എതിരാളികൾ നോക്കിയപ്പോൾ വെള്ളം എന്തായിട്ട് കണ്ടു? രക്തമായി കണ്ടു. യവന്മാർ പേടിച്ച് രക്ഷമാക്കാം യുദ്ധം ചെയ്യാതെ. കാരണം എന്താ? ദൈവം ആ കണ്ണുകളിൽ വെള്ളത്തിന് എന്താക്കി കാണിച്ചു കൊടുത്തു? നിങ്ങൾക്ക് വല്ല മനസ്സിലായില്ലേ? രക്തമാക്കി. പറഞ്ഞേ പ്രശ്നമാണോ പോണ ഇവിടെ നിന്നാ എല്ലാം കൂടെ തിരിച്ച് യുദ്ധക്കളത്തിൽ വന്നവർ ഇപ്പൊ തീർത്തി കളഞ്ഞു വന്നവര് തിരിച്ച് പോയി. കാരണം അവരെ കണ്ണുകളിൽ കണ്ടത് രക്തം മുഴുവൻ ഒഴുകുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതുപോലെ ഏലിയാവിനെ കാണാൻ നോക്കാൻ മതി, ഏലിയാവിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. തൊട്ടടുത്തൊന്നിൽ മഷിയിട്ടടിച്ചിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്വത്രം ദൈവദാസൻ ദൈവ മനുഷ്യൻ പറഞ്ഞത്, അയ്യോ എവിടെയെല്ലാം നോക്കി എന്നാൽ നിന്നെ കാണാൻ പറ്റിയില്ല, മഷിയിട്ടടിച്ചിട്ട് കണ്ടില്ല. കണ്ടോ? അപ്പോ കാണാതെ ഒളിച്ചിരുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവിന്. ഓരോരുത്തരെ കുറിച്ച് അറിയാം. നീ തകർന്നിരിക്കുമ്പോ നിന്നെ ഒളിക്കേണ്ടടുത്ത് ഒളിപ്പിക്കാൻ ആര് മതിയായോ? എങ്ങനെ ഒളിപ്പിക്കാൻ? സാന്നിധ്യത്തിനകത്ത്, ശത്രു തൊടാതെ, പിശാചടുക്കാതെ, അവന്റെ ആയുധം നിന്നെ തൊടാതെ മറച്ചു പിടിച്ചിരുത്തുവാൻ ഈ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. സങ്കീർത്തനം വായിച്ചേക്കാം. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. കേട്ടോ? എന്റെ ദൈവത്താലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. കേട്ടോ? എത്ര ആഴമായി കൊടുത്തിരിക്കുന്നു. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എത്ര പേര് പറയും, കർത്താവേ എന്നെ മുന്നോട്ട് വിടാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആ മതിലിനെ ചാടിക്കടക്കാൻ ഇന്ന് എന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ജ്വലിപ്പിച്ച് വെളിയിലെടുക്കുവാൻ ഞാനിതാ പുറത്തു വരുന്നപ്പാ. എനക്ക് പറയും, കർത്താവ് എന്റെ മേൽ ഒരു അഭിഷേകമുണ്ടെന്നും എന്റെ മേൽ ഒരു വനമുണ്ടെന്നും വചനത്തിലൂടെ ഞാൻ കേട്ടു. പക്ഷേ കർത്താവേ അത് അണഞ്ഞിരിക്കുകയാണ്. ആ ദീപത്തെ കത്തിക്കാൻ എന്റെ അടുക്കൽ അപ്പുറം നിൽക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ദീപത്തെ കത്തിക്കുമ്പോൾ ഞാൻ വരം ജ്വലിച്ച് എന്റെ അകത്തുള്ള വരം ജ്വലിപ്പിച്ച് അത് പുറത്ത് വരും. ഞാൻ 10 വായിച്ചേ, എന്റെ ഓർമ്മ ശരിയെങ്കിൽ യെശയ്യാ 54:10 10 വായിച്ചേ. എന്താ കിടക്കുന്ന നോക്കിയേ? യെശയ്യാ 54:10. കുന്നുകൾ നീങ്ങിപ്പോകും,
എങ്കിലും എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. എന്റെ സമാധാന നിയമം നീങ്ങി പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളിച്ചെയ്യുന്നു. കേട്ടോ, എന്റെ സമാധാന നിയമം, എന്റെ കർത്താവായ മക്കളെ, എന്റെ സമാധാന നിയമം നീങ്ങി പോകത്തില്ല. ഒരു സമാധാന നിയമം നിന്റെ മേൽ ദൈവം വെക്കുകയാണ്. ആ സമാധാന നിയമം നീങ്ങി പോകാത്ത നിയമമാണ്, നീങ്ങി പോകാത്ത നിയമമാണ്, നീങ്ങി പോകാത്ത നിയമമാണ്, നീങ്ങി പോകാത്ത നിയമമാണ്. ആ സമാധാന നിയമം നീങ്ങി പോകത്തില്ല. നീങ്ങി പോകത്തില്ല. ആ നീങ്ങി പോകാത്ത ഒരു സമാധാന നിയമം വേദനയോട് ഭാരത്തോട് വന്ന കർത്താവിന്റെ പൈതങ്ങളോട് കർത്താവ് പറയുന്നു, സമാധാന നിയമം നീങ്ങി പോകയില്ല. ഹല്ലേലൂയ. ഓ സ്തോത്രം. 14 വാക്യം കൂടെ വായിച്ച 14 വാക്യം. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. നീ പീഡനത്തോട് അകന്നിരിക്കും. കണ്ടോ, നീ പീഡനത്തോട് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. നിനക്ക് ഭയപ്പെടാൻ ഒരു ചുക്കുമില്ല. ഇനി 17 കൂടെ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. യാതൊരു ആയുധവും ഫലിക്കുകയില്ല. എന്ത് സംഭവിക്കില്ല? ആയുധമൊന്നും ഫലിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ ആരാ? യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട പൈതങ്ങളാണ്. അതുകൊണ്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ആരാണ് കുറ്റം വിധിക്കാൻ പോകുന്നത്? കുറ്റം വിധിക്കുന്ന ആര്? നമ്മള്. ധൈര്യത്തോടെ പറ. ഒന്നുകൂടെ വായിച്ച വരി. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. നീ കുറ്റം തൊട്ടും ഒന്നുകൂടെ പറഞ്ഞു. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും പഠിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആരാ പറഞ്ഞത്? കർത്താവ് പറയുക. ദൈവം പറയുകയാണ്, മക്കളെ നീയാണ് വിധിക്കാൻ പോകുന്നത്. നീ സാധാരണ ആളല്ല, നീ വ്യത്യസ്തനാണ്. കാരണം എന്താ? വ്യത്യസ്തനാക്കിയിരുന്ന അഭിഷേകം, യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. യേശുവിന്റെ മരണം എന്നെ വ്യത്യസ്തനാക്കി. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം എന്നെ വ്യത്യസ്തനാക്കി. യേശുവിന്റെ അഭിഷേകം എന്നെ വ്യത്യസ്തനാക്കി. യേശു കർത്താവിന്റെ വരം എന്റെ അകത്തുണ്ട്, അതെന്നെ വ്യത്യസ്തനാക്കി. എനിക്കെതിരെ വരുന്ന ഒരായുധം എന്ത് ചെയ്യാൻ പോകുന്നില്ല? ഫലിക്കുമോ? ഫലിക്കത്തില്ല. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞിരിക്കും. നിന്നാൽ ഞാൻ മതിൽ ചാടി കടക്കും. സ്വത്രം. 2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 32 വാക്യം കൂടെ നമ്മൾ 32 അധ്യായം 1-2 ചില വാക്യങ്ങളോട് ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. 32 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഭയങ്കര വായിച്ചേ. സ്വത്രം. 2 ദിനവൃത്താന്തം 32 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഈ കാര്യങ്ങൾ ഈ വിശ്വസ്ത പ്രവൃത്തി കഴിഞ്ഞ ശേഷം അശ്ശൂർ രാജാവായ എല്ലാവരും തുറന്ന് നോക്കണം, ഉണ്ടോ എന്ന് വേദപുസ്തകത്തിൽ. സൻഹേരീബ് വന്ന് യഹൂദയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങൾ നിരോധിച്ചു കൈവശമാക്കുവാൻ വിചാരിച്ചു. കണ്ടോ, സാൻഗരീബ് വന്ന് യഹൂദയിൽ വന്ന് സ്വത്രം ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ സാൻഗരീബ് വിചാരിച്ചു. ആരാ വിചാരിച്ചത്? സാൻഗരീബ്. നിനക്കെതിരെ വരുന്ന സാൻഗരീബിന്റെ ശക്തി ഇന്ന് ഉണ്ടല്ലോ. മനസ്സിലാകുന്നുണ്ടോ? ആരോട്ട് വായിക്കാൻ മനസ്സിലാവും. വായിച്ച്. സൻഹേരീബ് വന്ന് യെരൂശലേമിനെ ആക്രമിപ്പാൻ ഭാവിക്കുന്നു എന്ന് യെഹിസ്കിയാവിനെ കണ്ടിട്ട് പട്ടണത്തിന് പുറത്തുള്ള ഉറവുകളിലെ വെള്ളം നിർത്തിക്കളയേണ്ടതിന് തന്റെ വൃദ്ധന്മാരോടും വീരന്മാരോടും ആലോചിച്ചു. അവർ അവരെ സഹായിച്ചു. അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടി അശ്ശൂർ രാജാക്കന്മാർ വന്ന് വളരെ വെള്ളം കാണുന്നത് എന്തിന് എന്ന് പറഞ്ഞ് എല്ലാ ഉറവുകളും ദേശത്തിന്റെ നടുവിൽ കൂടി ഒഴുകിയ തോടും അടച്ചു കളഞ്ഞു. അവർ ധൈര്യപ്പെട്ട് ഇടിഞ്ഞു മതിലൊക്കെ പണിതു. ഗോപുരങ്ങളും പുറത്ത് വേറൊരു മതിലും കെട്ടിപ്പൊക്കി. ദാവീദിന്റെ നഗരത്തിലെ മില്ലോക്കിന്റെ കേടും പോക്കി അനവധി കുന്തവും പരിചയം ഉണ്ടാക്കി. അവൻ ജനത്തിന് പടനായകന്മാരെ നിയമിച്ചു. അവരെ നഗരവാതിൽക്കലുള്ള വിശാല സ്ഥലത്ത് തന്റെ അടുക്കൽ ഒന്നിച്ചുകൂട്ടി അവരോട് കൃത്യമായി സംസാരിച്ചു. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും. ആരാ പറഞ്ഞത്? യെഹിസ്കിയാവ് പറഞ്ഞു, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. അടുത്തവരെ അശ്ശൂർ രാജാവിനെ അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെ ഭയപ്പെടരുത്. നിനക്കെതിരെ വരുന്ന ഒറ്റ വ്യക്തിയെ ഭയപ്പെടരുത്. നമ്മൾ കർത്താവിന്റെ മക്കളാണ്. ഭയപ്പെടാനല്ല ദൈവം വെച്ചിരിക്കുന്നത്. നമ്മൾ ഭയപ്പെടേണ്ട ദൈവത്തെ മാത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട. അടുത്ത നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെയുള്ളതിലും അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. അവന്റെ കൂടെ ഉള്ള ശക്തികളല്ല നമ്മളോട് കൂടെ ഉള്ളത്, വലിയവനായ ദൈവം. കേട്ടോ, നമ്മുടെ കൂടെ ആരുണ്ട്?
ദൈവമക്കളുടെ കൂടെ ആരുണ്ട്? വലിയവനായ ദൈവം. അടുത്ത വരി. അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. അവനോട് കൂടെ ആരാ ഉള്ളൂ? മാംസം. ഇവിടുത്തെ ആയുധവും ഇവിടുത്തെ കുന്തവും ഇവിടുത്തെ വാളും ഇവിടുത്തെ ആരോഗ്യം ഇവിടുത്തെ ഭക്ഷണം കഴിച്ചുള്ള ബലം ഉള്ളവർ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മോട് കൂടെ മാംസഭുജമല്ല. വായിച്ചേക്കാം. നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാൻ, നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാനും, നമ്മുടെ യുദ്ധങ്ങളെ, നമ്മുടെ ജീവിതത്തിനകത്ത് കുടുംബത്തിനകത്ത് വരുന്ന യുദ്ധങ്ങളെ, ശത്രുവിന്റെ പദ്ധതികളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവമാകുന്ന യഹോവ ഉണ്ടെന്ന് പറഞ്ഞു. ജനം യഹൂദ രാജാവായ യെഹെസ്കേലിന്റെ വാക്കുകളിൽ ആശ്രയിച്ചു. കണ്ടോ, യെഹെസ്കേലിന്റെ വാക്കുകളിൽ ജനം എല്ലാം ആശ്രയിച്ചു. ശരിയാണ്, ഈ ദൈവം വിടുവിക്കും, ഈ ദൈവം വിടുവിക്കും, ഉറപ്പിച്ചു ചിന്തിച്ചു. പക്ഷേ ചിന്തിക്കുമ്പോ മറ്റോ വന്ന് തിരിച്ചു പറഞ്ഞു. അനന്തരം അശ്ശൂർ രാജാവായ സൻഹേരീബ് അവനോട് കൂടെയുള്ള സൈന്യമൊക്കെയും ലാഖീഷിനരികെ ഉണ്ടായിരുന്നു. തന്റെ ദാസന്മാരെ യെരൂശലേമിലേക്ക് യഹൂദ രാജാവായ യെഹെസ്കേലിന്റെയും യെരൂശലേമിലെ സകല യഹൂദരുടെയും അടുക്കൽ അയച്ചു പറയിച്ചത് എന്തെന്നാൽ അശ്ശൂർ രാജാവായ സൻഹേരീബ് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ യെരൂശലേമിൽ വിരോധം സഹിച്ചു പാർപ്പാൻ എന്തൊന്നിലാകുന്നു ആശ്രയിക്കുന്നത്? നമ്മുടെ ദൈവമായ യഹോവ നമ്മെ അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് യെഹെസ്കേൽ പറഞ്ഞു. വിശപ്പും ദാഹവും കൊണ്ട് ചാകേണ്ടതിനെ നിങ്ങളെ വശീകരിക്കുന്നില്ലയോ? അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും നീക്കിക്കളയുകയും യഹൂദയോടും യെരൂശലേമിനോടും നിങ്ങൾ ഒരേ പീഠത്തിന് മുമ്പിൽ നമസ്കരിച്ച് അതിന്മേൽ ധൂപം കാട്ടണമെന്ന് കൽപ്പിക്കുകയും ചെയ്തത് ഈ യെഹെസ്കേൽ തന്നെയല്ലയോ? ഞാനും എന്റെ പിതാക്കന്മാരും ആ ദേശങ്ങളിലെ സകല ജാതികളോടും എന്തു ചെയ്തുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ ദേശത്തിലെ ജാതികളുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിഞ്ഞുവോ? എന്റെ പിതാക്കന്മാർ നിർമൂലനാശം വരുത്തിയിരിക്കുന്ന ജാതിയുടെ സകല ദേവന്മാരിൽ വെച്ച് ഒരുവനും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതിരിക്കെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമോ? കണ്ടോ, ഇവ പറയുകയാണ്, ദൈവത്തിനെതിരായിട്ട് സംസാരിച്ചു. കണ്ടോ, ജനത്തെ പറഞ്ഞു കലക്കുകയാണ്. അടുത്ത വരി. എന്റെ കയ്യിൽ നിന്ന് ഒരുത്തനും രക്ഷപ്പെടില്ലെന്നാണ് ആര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശത്രു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന്റെ ശക്തിയല്ല നമ്മുടെ കൂടെയുള്ള ദൈവത്തിന്റെ ശക്തി. ശത്രു പറയുന്ന അവൻ മാംസഭുജമേ ഉള്ളൂ. നമ്മുടെ കൂടെ നിൽക്കുന്ന വലിയവൻ സർവശക്തനാകുന്ന ദൈവം യുദ്ധങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അപ്പോ സ്വത്രം ഇവൻ പറയുന്നു, ഞങ്ങൾ എന്റെ കയ്യിൽ ഒരിക്കലും രക്ഷപ്പെടൂല, എല്ലാത്തെയും തകർക്കും, എല്ലാത്തെയും തീർത്ത് കളയും, എല്ലാത്തെ നശിപ്പിക്കുന്നത് ഇവൻ വെല്ലുവിളിക്കുകയാണ്. വായിച്ചേ, എന്തോ നായം നോക്കിയേ, വായിച്ചേ. നിങ്ങളെ ചതിക്കരുത്, നിങ്ങളെ വശീകരിക്കരുത്. കണ്ടോ, ജനം പറഞ്ഞു, എന്തിന് പറഞ്ഞു കൊടുക്കുകയാണ്? യെഹെസ്കേൽ ദൈവത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങളെ ധൈര്യപ്പെടുത്തും. നിങ്ങൾ അങ്ങനെ വീട് പോകല്, ഒരു ചുക്കും അവൻ ചെയ്യാൻ പറ്റൂല. ഈ ദൈവം രക്ഷിക്കുക, എന്റെ കയ്യിൽ നിന്ന് ദൈവം രക്ഷിക്കുമെന്നോ ഇതൊക്കെ പറഞ്ഞ് ഇവർ ജനത്തിനെ തെറ്റിച്ചു. അടുത്തവര്, നിങ്ങൾ അവനെ വിശ്വസിക്കുകയും വരുത്. യാതൊരു ജാതിയുടെയോ രാജ്യത്തിന്റെയോ ദേവൻ തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്നും എന്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റ ഇടത്തിന് കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയാൻ പോകുന്നില്ലെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത്, പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നത് എങ്ങനെ? അവന്റെ ദാസന്മാർ യഹോവയായ ദൈവത്തിനും അവന്റെ ദാസനായ യെഹെസ്കേലിനും വിരോധമായി പിന്നെയും അധികം സംസാരിച്ചു. കേട്ടോ, ദൈവത്തിനും ദൈവദാസന്മാർക്കെതിരെ സംസാരിച്ചു. അടുത്തവര്, അതായത് ദേശങ്ങളിലെ ജാതികളിലിരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ ദാസന്മാരും ദാസിമാരുമാണ്. ഈ സംസാരിക്കുന്ന ശത്രു സംസാരിക്കുന്ന ആർക്കെതിരെയാ? ദൈവത്തിന്റെ ദാസന്മാർക്കും. എത്ര ഉറപ്പുണ്ട് ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ദാസിയാണെന്ന്? കരങ്ങളെടുത്ത് കാര്യം പറഞ്ഞേ. ഒറ്റ എണ്ണം പോലും ഇതിനകത്ത് അല്ലാത്തവരില്ല. എല്ലാവരും ആരാ? ദൈവത്തിന്റെ ദാസന്മാരും. പറ, ദൈവത്തിന്റെ ഈ വരിക്കകത്ത് നമ്മളെല്ലാം കയറിയിരിക്കുക. ഈ ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ദാസിമാരെയും തൊടാൻ പിശാചിന് വിട്ടുകൊടുക്കുമോ ദൈവം? ഇത് താഴോട്ടുണ്ട് കാര്യം. വായിച്ചേ. അത് ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാതിരിക്കുന്നത് പോലെ യെഹെസ്കേലിന്റെ ദൈവവും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയില്ല. യെഹെസ്കേലിന്റെ ദൈവം സത്യ ദൈവം. ഈ ദൈവവും ഈ ജനത്തെ വിടുവിക്കാൻ പറ്റത്തില്ലെന്ന് വെല്ലുവിളിക്കുകയാണ്. അടുത്ത വരി എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യാൻ കഴിയും? വെല്ലുവിളി. എന്ത് സംഭവിച്ചു നോക്കി, എന്ത് നടക്കണമെന്ന് അറിയാം. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും എഴുതി അയച്ചു. പട്ടണം പിടിക്കേണ്ടതിന് അവർ യെരൂശലേമിൽ മതിൽമേൽ ഉള്ള ജനത്തെ പേടിപ്പിച്ചു. ഫിലിപ്പാൻ യഹൂദ്യ ഭാഷയിൽ അവരോട് ഉറക്കെ വിളിച്ചു. മനുഷ്യരുടെ കൈപ്പണിയായ ജാതികളുടെ ദേവന്മാരെ കുറിച്ചെന്ന പോലെ യെരൂശലേമിന്റെ ദൈവത്തെ കുറിച്ച് സംസാരിച്ചു. അടുത്ത 20-ാം വാക്യം ശ്രദ്ധിക്കണേ, മറക്കരുത്. ബൈബിൾ നോക്കണം. ഇത് നിമിത്തം ഇത്രയും വെല്ലുവിളി
വന്നപ്പോൾ എന്ത് ചെയ്തു? ഉറങ്ങിക്കിടന്നതല്ല, പിന്നെ ഇത് നിമിത്തം യെഹെസ്കേൽ രാജാവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ചു. കണ്ടോ, ഇതെല്ലാം വെല്ലുവിളികൾ തിരിച്ചു പോയില്ല. ഇവരെ അവരുടെ അടുത്ത് പ്രതികരിക്കാനൊന്നും പോയില്ല. ഇവർ ദൈവത്തിന്റെ മുമ്പ് എന്ത് ചെയ്തു? മുട്ടുമടക്കി. ഈ വിഷയമെല്ലാം ദൈവത്തിന്, ദൈവമാര് പറഞ്ഞതെല്ലാം ദൈവത്തിന് എന്ത് ചെയ്തു? കൈമാറി. വായിച്ചേ, പ്രാർത്ഥിച്ചു. സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. എവിടെ നിലവിളി? മനുഷ്യനോടല്ല, പിന്നെ ആരോടാ? സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ നിലവിളിച്ചപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. എത്ര ദൂതനെ അയച്ചു? ഒറ്റ ദൂതൻ. കണ്ടോ സഹോദരങ്ങൾ, നമ്മൾ നിലവിളിച്ച ദൂതൻ അയക്കില്ല. 100% ഉറപ്പ്. പക്ഷെ പേടിക്കാതെ മുട്ടുമടക്കി നമ്മുടെ എല്ലാ വിഷയങ്ങളും ആ കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം. കൊടുത്ത് നമ്മളങ്ങ് ഫ്രീ ആവണം. അതാവേ, ഈ വിഷയം ഞാൻ അപ്പന്റെ വേല ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ടുതരുന്നു പേടിക്കാനും വയ്യ, എനിക്ക് ഒതുങ്ങാനും. ഞാൻ ധൈര്യത്തോടെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഞാൻ നിന്നാൽ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി 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 കടക്കും. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ സ്വന്തം കൽപ്പിച്ചാൽ മതി, മലയോട് നീങ്ങി കടലിലേക്ക് ചാടാം. എടാ പ്രശ്നമേ, എടാ പ്രതിസന്ധിയെ, നീ സമഭൂമി പോലെയാകും. എന്റെ മുൻപിൽ നിൽക്കുന്ന ഇരുട്ടെ, നീ സമഭൂമി പോലെയാകും. ആത്മാവിന്റെ ശക്തി ജോലിക്കണം. പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചു. അടുത്ത് അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശ്ശൂർ രാജാവിന്റെ പാളയത്തിലെ ആരാണോ വെല്ലുവിളിച്ചവന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെ, ഭയങ്കര പരാക്രമശാലികളുണ്ടെന്നല്ലേ പറഞ്ഞേ? എല്ലാ പരാക്രമശാലികളെയും, പ്രഭുക്കന്മാരെ, സേനാധിപതികളെയും സംഹരിച്ചു. ഒറ്റ എണ്ണ ഇല്ലാതെ ഒറ്റ ദൂതൻ ഇറങ്ങി എല്ലാം തകർത്ത്. ഇന്ന് ഈ വചനം എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്നിവിടെ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ എനിക്കെതിരെയുള്ള എല്ലാം എന്റെ ദൈവം ദൂതനെ ഇറക്കി വെട്ടി തകർത്ത് തരിപ്പണമാക്കി. വചനം അതുപോലെ ഇറങ്ങട്ടെ. വചനം അങ്ങോട്ട് വിശ്വസിക്കുക. ഓ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലങ്ങിയിരിക്കുന്നു. മറിയ അല്ല അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. ആർക്കും അപകരിക്കാൻ പറ്റാത്തത്, ഇന്ന് അപകരിക്കാൻ പറ്റാത്ത ആ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുക, ക്രിസ്തുവിനെ ഏറ്റെടുക്കുക, ആ വിശ്വാസം പ്രാപിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങി പോകേണ്ടി വന്നു. എങ്ങനെ പോയെന്ന്? ഇപ്പൊ എവിടെ നിൽക്കുന്നു? എവിടെ പോയി? ദേശം വിട്ടു. എങ്ങനെ പോകൂലെന്ന് പറഞ്ഞല്ലേ കിടന്നത്? ഇപ്പൊ പറഞ്ഞ ഞാൻ പോകാമേ. ഞാനാണ് ഇവിടുന്ന് പോകേണ്ടത്. ദൈവമക്കളല്ല പോകേണ്ടത്, വിശ്വാസമാണ്. അടുത്ത വാക്യം ആ പാരഗ്രാഫ് തീരുന്നവരെ വായിച്ചേ, 23 വരെ വായിച്ചേ. അവൻ തന്റെ ദൈവത്തിന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവന്റെ ഉദരത്തിൽ ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് തൊട്ട് മുമ്പ്. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ ഒന്നുകൂടെ വായിച്ചാൽ മതി. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങി പോകേണ്ടി വന്നു. എങ്ങോട്ട് പോയി? നമ്മളെ ദേശം വിട്ട് നമ്മൾ പോകുന്നതിന് സ്വർഗത്തിൽ പോകും. നമ്മുടെ സ്വന്തം ദേശം അവിടെയാണ്. പക്ഷെ നമ്മൾ താമസിക്കാനും ജീവിക്കാനും വയസ്സ് ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. ഈ വയസ്സിനെ തട്ടിപ്പറിക്കാൻ ആർക്ക് പറ്റില്ല. അപ്പം വാളും മുന്തു പറ്റുകൊണ്ടെന്ന് വയസ്സിനെ കൊണ്ടുപോകാൻ തൊടാൻ പറ്റൂല. ലജ്ജാഭാവത്തോടെ ഓടി വിട്ട് ഒരു പറ്റത്തില്ല. അല്ലെങ്കിൽ ഓടേണ്ട ഓടും. താമസിച്ച് കർത്താവിന്റെ മഹത്വമായി മാറും. എങ്ങനെ താമസിച്ച് കർത്താവിന്റെ മഹത്വമായി മാറും. ഓടേണ്ട എല്ലാ മര ആരും ഒട്ടിക്കും. ദൂതൻ ഇറങ്ങി യുദ്ധക്കടത്തിലിറങ്ങി യുദ്ധം ചെയ്ത് ഓട്ടിക്കും. എത്ര സന്തോഷമാണ്. വായിച്ച അടുത്ത വരി. അവൻ തന്റെ ദൈവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവന്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. കണ്ടോ? അടുത്ത് ഇങ്ങനെ യഹോവ യെഹിസ്കിയാവെയും യെരൂശലേം നിവാസികളെയും അശ്ശൂർ രാജാവായ സൻഹേരീബിന്റെ കയ്യിൽ നിന്നും മറ്റെല്ലാവരുടെയും കയ്യിൽ നിന്നും ഒറ്റ തൊടാൻ പറ്റില്ല. അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് ചുറ്റിലും വിശ്രാമം നൽകി. എന്ത് നൽകി? അവർക്ക് ചുറ്റും എന്ത് നൽകിയത്? വിശ്രാമം നൽകിയത്. കണ്ടോ? വിശ്രാമം നൽകിയത്. പലരും യഹോവയ്ക്ക് കാഴ്ചകൾ യഹൂദ രാജാവായ ഹിസ്കിയാവിനെ വിശേഷ വസ്തുക്കളും കൊണ്ടുവന്നു. അവൻ അന്നു മുതൽ സകല ജാതികളുടെയും ദൃഷ്ടി ഉന്നതനായിരുന്നു. കേട്ടോ? ഇന്നതിനകത്തെ ഭയപ്പെടുത്തുന്ന ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ദുഷ്ടമണ്ഡലങ്ങളെ സ്വത്രം പേടിക്കണ്ട. മുട്ടുമടക്കി എല്ലാ കാര്യം ദൈവത്തോട് പറയുക.
ദൈവത്തിന്റെ കൈമാറിയാൽ ദൈവം ചെയ്യേണ്ടത് ഓടേണ്ടവൻ ഓടും, താമസിക്കേണ്ടവൻ താമസിക്കും. കർത്താവിന്റെ വരവ് വരെ താമസിച്ച് കർത്താവ് എന്താണ് ഏൽപ്പിച്ചത് ആ ഡ്യൂട്ടി എന്ത് ചെയ്യും? നിർവഹിച്ച് വേല തികച്ച് അപ്പനെടുത്ത് ചെല്ലും. അപ്പോസ്തലൻ പറഞ്ഞു, അപ്പന്റെ കൃപ. നമ്മുടെ അപ്പച്ചന്റെ മക്കളാണ്, നമ്മുടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. ഈ ഭൂമിയിൽ പാപം ഓരോന്നായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരാതെ ഓരോ സെക്കൻഡും ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ വാസിച്ച്, ക്രിസ്തുവിൽ സംസാരിച്ച്, ക്രിസ്തു യേശുവിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞ് കർത്താവിൽ തികഞ്ഞവരായി, ക്രിസ്തുവിന് ഒത്ത മണവാട്ടിയായി, കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും വരെ ഐസോടും ആരോഗ്യത്തോടും അപ്പന്റെ ശബ്ദം കേട്ട് ജ്വലിച്ച് കത്തുന്ന ദീപങ്ങളായി എങ്ങനെ ജ്വലിച്ചോളും. അകത്തെന്തുണ്ട്? വരമുണ്ട്. അകത്തൊന്നുണ്ട്? വരമുണ്ട്. സ്വന്തം പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ, അധികാരമുള്ള ഒരു തലമുറ, ജയജീവിതം നയിക്കുന്ന ഒരു തലമുറ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിറങ്ങുമ്പോഴുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിനകത്ത് ഭയങ്കര മാറ്റം വരും. സ്വഭാവത്തിനകത്തൊക്കെ ചീത്ത വിളിക്കുമോ? പിന്നെ കള്ളം വരുമോ? തെറ്റ് വരുമോ? ഞാൻ സത്യം പറയുന്ന സമയം ആരെങ്കിലും കുറ്റം പറയാൻ തോന്നുന്നു? ആരെങ്കിലും വേറൊരാളുടെ കുറ്റത്തിന് അടുത്തൊരു വീട്ടിൽ പറയാൻ പറ്റുമോ? നമ്മളെ വീടിനകത്തുള്ള കുറ്റം ചെന്ന് വേറെ അടുത്ത് പറയാൻ പറ്റുമോ? എന്നെന്തുകൊണ്ട് പറ്റാത്ത? യേശു പറഞ്ഞില്ല, ആ കർത്താവ് എല്ലാം നിറയും അതുപോലെ. നമ്മളെ വിളിച്ച ദൈവം നമ്മൾ വേർപെട്ട പൈതങ്ങളാണ്. നമ്മൾ പണ്ട് പാപികളായിരുന്നു, പക്ഷെ ഇന്ന് ആ പാപത്തിൽ നിന്ന് ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ നമ്മൾ നീതിമാന്മാരാക്കി മാറ്റി. പാപത്തിൽ നിന്ന് നമ്മളെ ജീവിപ്പിച്ച് അവനോട് കൂടെ മരിച്ച് ഉയർപ്പിച്ച് സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിൽ, നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിൽ. പക്ഷെ അവിടെ എത്തും മുമ്പേ നമ്മളെ ഏൽപ്പിച്ചതല്ല തീ പോലെ എന്ത് ചെയ്യണം? മനുഷ്യ വാക്കുകൾ കൊടുക്കരുത്. പലരും പല രീതിയിൽ പറയാം. ദൈവം നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചു. ഇതിനകത്ത് ഒരാളിനെ പോലും ദൈവം ഏൽപ്പിക്കാത്ത ഒരാളും ഇതിനകത്ത് വന്നിട്ടില്ല. നമ്മുടെ സഭയിൽ അങ്ങനെയുള്ള ഒരാളും ഇല്ല. അന്ന് എല്ലാവരുടെ കയ്യിൽ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലരുടെ കയ്യിൽ ചില വ്യക്തികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വ്യക്തികളെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരെ വിളിച്ചിരുന്നാൽ പിന്നെ രക്ഷിക്കാൻ പറ്റും ഇല്ല. അതുകൊണ്ട് നമ്മളിലുള്ള കൃപാവർ എന്ത് ചെയ്യണം? ഈ ആഴപ്പുറത്തിരിക്കുന്നവർ താഴെ കിടന്ന് കുരയ്ക്കുന്ന പട്ടിയെ കണ്ടെന്നും ഗോലിയത്തിന്റെ കുര കേട്ട് പേടിച്ച് ഓടിയത് പ്രാർത്ഥന ഇല്ലാത്തവന്മാർ. പ്രാർത്ഥനയുള്ള ദാവീദ് മുൻപിൽ വന്നു. നിനക്ക് തകർക്കണല്ല, നീ നിന്ദിച്ച സൈന്യത്തിന്റെ ദൈവമാകുന്ന യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. പ്രാർത്ഥിക്കുന്ന ധൈര്യമുണ്ട്. പ്രാർത്ഥിക്കാത്തവരെ പേടിച്ച് പുറകോട്ട് ഒതുക്കി പോകുമ്പോ പ്രാർത്ഥിക്കാത്തവർ കഴുകിനകത്ത് കയറി ഒരാളോട് അങ്ങനെ പേടിയല്ലേ ഒരു കാര്യം ചെയ്യും. അവർ കാണുന്നല്ലേ പേടി. ഒരു കാര്യം, കടുക് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഒളിച്ചിരിക്കണം. 2-3 പ്രാവശ്യം കടുക് വാങ്ങിയിട്ട് അവർ ഒന്നും പേടിക്കണ്ട, ഒളിച്ചിരുന്നാൽ ആരും കണ്ടുപിടിക്കും. കടുകിനെ പോലും കണ്ടുപിടിക്കാൻ കടുക് വരും അതിനകത്ത് ഒളിച്ചിരിക്കും. സഹോദരങ്ങൾ, നമ്മൾ കടുകിനകത്ത് ഒളിച്ചിരിക്കേണ്ടതല്ല, ജയാളികളായി ക്രിസ്തുയേശുവിൽ നമ്മൾ ഭീരുത്വത്തിന്റെ ആത്മാവിലല്ല, സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ മാത്രമേ പ്രാപിച്ചത്. നമ്മുടെ കർത്താവ് ജീവനുള്ള ദൈവം, നമ്മുടെ കർത്താവ് പാവം ചെയ്ത ദൈവമല്ല, പാവം ചെയ്യാത്ത ദൈവം, പാവം ഇല്ലാത്ത ദൈവം, അവരിൽ തെറ്റില്ല. അതുപോലെ ഒരു മണവാട്ടിയായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ജ്വലിച്ച് കത്തുന്നത് ദീപമായിട്ട്. പാവത്തെ ജയിച്ച്, ശത്രുവിനെ ജയിച്ച്, ഓരോ സെക്കൻഡും ഒരു പടയാളിയായി വേണം, ഒരു പടക്കുതിരെ പോലെ ഓടണം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ പടക്കൂട്ടം കാണുമ്പോൾ ഒളിച്ചിരിക്കുന്നല്ല. 40 ദിവസം പടക്കൂട്ടത്തിൽ കണ്ട് മറ്റവന്മാരെല്ലാം പേടിച്ചു ഓടിയപ്പോ പടക്കൂട്ടത്തിൽ നേരെ പാഞ്ഞെടുത്തതിനാല് കോലത്തിൽ തകർക്കാൻ മതിലെന്ത് ചെയ്തു? ചാടി കടന്നു. ദൈവത്തിന്റെ ഹൃദയമുള്ള പേടിച്ചോദിക്കില്ല. ആരെ പേടിക്കണം? ദൈവത്തെ മാത്രം. കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടാൻ ആ ഒരു വരി ഇവിടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ലൂക്കോസ് 12:5 വായിച്ച് എല്ലാവരും എടുത്ത് ആ വരി. നമ്മൾ മനുഷ്യരെ പേടിക്കണ്ട, ദൈവത്തെ പേടിക്കണം. പാപത്തെ ജയിച്ച് ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വരുന്നോ നമുക്ക് നോക്കണം. കർത്താവ് വരുന്നെങ്കിൽ അതിനെ കർത്താവ് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവിടെ കർത്താവ് എന്നറിയാൻ പ്രാർത്ഥിക്കണം. ഓരോ സെക്കൻഡ് സത്യവചനത്തെ മുറുകെ പിടിക്കണം.
നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. എങ്ങനെയാണ് പോകുന്നത്? ഫ്രീ ആയിട്ട്. നമ്മൾ ഇരിക്കുന്ന എവിടെ? മറക്കല്ലേ, എഫെസ്യർ 2 ഇരിക്കുന്ന എവിടെ? സ്വർഗ്ഗ. നമ്മൾ ആരടുത്ത്? യേശുവിന്റെ അടുത്തിരിക്കുകയാണ്. നമ്മളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങൾ അല്ല, പിന്നെ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത്. നമ്മുടെ മേൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരേ അഭിഷേകം, വരം, വരം, വരം. എല്ലാവരുടെ മേലും എന്ത് പറഞ്ഞിട്ടുണ്ട്? വരം. അതിന്ന് കത്തിക്കും, അതിന്ന് ചൊല്ലിക്കും, അതിന്ന് പുറത്ത് വരും. അത് കത്തിക്കുന്ന ആരാണ്? നമുക്ക് ആഗ്രഹം വേണം ജ്വലിപ്പിക്കാൻ. അതിനു വേണ്ടി ബാക്കിയുള്ള കാര്യം ആര് ചെയ്യും? ദൈവം ചെയ്യും. ദാഹമുണ്ടോ? വായിച്ച് ആ വാക്യം കൂടെ വായിച്ചേ. അവനെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവരെ ഭയപ്പെടുകയും. ഒരു ദിവസം എന്തോ ഒരു പ്രശ്നം വന്നു. എന്തോ ഒരു വലിയ പ്രശ്നമാണ്. ഒരു 10-15 വർഷം മുമ്പാണ്. വലിയ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, മറന്നു പോകും. എല്ലാം മറന്നു പോകും. അതാണ് ദൈവത്തിന്റെ കൃപ. ഓർത്തിരിക്കാൻ പറ്റാത്ത എല്ലാ കാര്യവും ദൈവം മറപ്പിക്കും. അത് ഞാൻ ചിന്തിക്കും ദൈവത്തിന്റെ കൃപ. ഓർത്താലല്ലേ കറക്റ്റ് അറിയാവൂ എന്താണെന്ന്. എന്നെ കുത്തിക്കീർന്ന വാക്ക് പറഞ്ഞാൽ മറന്നു പോയിട്ടുണ്ട്. ആ വാക്കുകളെ ചെറിയൊരു ആളെ കണ്ട ഇതാണെന്നുള്ള ഒരു ചെറിയൊരു ഇത് വരുമെങ്കിലും അവരെന്താണ് പറഞ്ഞാൽ കാരണം മറപ്പിച്ച ദൈവത്തിന് ദൈവത്തിന് സ്വാതന്ത്ര്യം. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. ഭയങ്കര പ്രശ്നം, എന്തോ ഒരു പ്രശ്നമുണ്ട്. 10-15 വർഷത്തിനകത്ത് വരും. ഞാൻ പറഞ്ഞു, നീ എന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കൊന്നിടാൻ പറ്റുമായിരിക്കും, നീ കൊല്ല്. പക്ഷേ നരകത്തിൽ തള്ളിയിടാൻ അധികാരമുള്ളത് ഒരാളിനെ ഉള്ളൂ. എടാ, നിനക്ക് ഈ ലോകത്തിൽ കൊല്ലാൻ ലാസ്റ്റൊക്കെ നീ എന്ത് ചെയ്യും? നീ ലാസ്റ്റൊക്കെ കൊന്നു വരും. അത്രയല്ലേ ഉള്ളൂ. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലടാ. എന്റെ അകത്തൊരുവനുണ്ട്, അവനെ